സിപിഎമ്മിനെതിരെ ഗുരുതര ആരോപണവുമായി എസ് രാജേന്ദ്രൻ. തനിക്കൊപ്പം നിൽക്കുന്നവരെ സിപിഎം അടിച്ചൊതുക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ചാണ് ആക്രമണം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിയുടെ അറിവോടെയാണ് ആക്രമണങ്ങൾ നടക്കുന്നതെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു. അവര് ആക്ച്വലി എന്നെ കാണാൻ വന്നതല്ല. ഇവിടെ കുറന്തിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഏപ്രിൽ 18-ന് ഒരു അടി നടന്നു. അത് 3 പാർട്ടിക്കകത്ത് ആളുകളുണ്ട്. പൊതുവിൽ എന്നെ അനുകൂലിക്കുന്നവരാണ്. അപ്പോൾ അതിനെന്തോ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് കാര്യമൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ നേരത്തെ അവരെ LDFന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അവർ ആ സ്റ്റാൻഡിലാണ്. ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കത്തില്ല എന്നുള്ള നിലയിലെയാണ് ആ പ്രശ്നങ്ങൾ അന്ന് തുടക്കം കുറിക്കുകയും കൊട്ടേഷൻ സംഘം തമിഴ്നാട്ടിൽ നിന്ന് വന്ന് വീട് കയറി 12 മുറിയുള്ള ലൈൻസിൽ മണികണ്ഠൻ്റെ വീട് കയറി. മതേശ്വരി എന്ന് പറയുന്ന കുട്ടി 17 വയസ്സായുള്ളൂ. 4ാം ക്ലാസ്സിലൊന്ന് കൈ പൊട്ടിയതാണ്. ആ അടി കൊണ്ടപ്പോൾ അതും കൂടി മുറിവോ ചതവോ ഒടിവോ എന്താണെങ്കിലും പ്ലാസ്റ്റർ ഉണ്ട്. അതിനെ കാര്യമായി പോലീസ് കേസ് എടുത്തില്ല. തല്ലാൻ വന്ന ആളുകൾക്ക് ജാമ്യം, തല്ലാൻ വന്നവരെ പിടിച്ചവർക്ക് നാൻ പേലുകൾ, വീട്ടിൽ കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഇത് ഞാൻ അറിയുന്ന 28-നാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു കാര്യമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേർന്നുണ്ട്. സുബിൻ, സിപിഎമ്മിനെതിരെ ഗുരുതര ആരോപണമാണ് എസ് രാജേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം അദ്ദേഹം തമിഴ്നാട്ടിൽ BJP-യിലേക്ക് ചേരുമെന്നുള്ളൊരു സൂചന കൂടി നൽകുന്നുണ്ട്. വിവരങ്ങൾ പ്രധാനമായും CPM-മായി ഇടഞ്ഞു നിൽക്കുന്ന എസ് രാജേന്ദ്രൻ ഇത്തരത്തിൽ CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതായത് രാജേന്ദ്രനൊപ്പം നിൽക്കുന്ന ആളുകൾക്കെതിരെ CPM നടപടിയെടുക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ആക്രമണ സ്വഭാവം കാണിക്കുന്നു എന്നുള്ള കാര്യമാണ് പ്രധാനമായും എസ് രാജേന്ദ്രൻ പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ എസ് രാജേന്ദ്രനെ അനുകൂലിച്ചിരുന്ന ചില ആളുകൾക്ക് CPM പശ്ചാത്തലമുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ഭീഷണിയും ഇത്തരത്തിൽ അക്രമവും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ CPM അക്രമം നടത്തുന്നത് എന്നുള്ള ആരോപണമാണ് ഈ എസ് രാജേന്ദ്രൻ പ്രധാനമായും മുമ്പോട്ട് വയ്ക്കുന്നത്. ഈ കൊരട്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു അക്രമ സംഭവം അരങ്ങേറിയത്. ഈ ഒരു വോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോളിംഗുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇത്തരത്തിൽ മർദ്ദനത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ 17-കാരിയായ ഒരു കുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഈ ഒരു പോലീസ് കേസെടുക്കുന്നതിൽ പോലും വലിയ അലംഭാവം കാണിക്കുന്ന ആരോപണവും എസ് രാജേന്ദ്രൻ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഈ മർദ്ദനം നടത്തിയ ആളുകളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും മറ്റുള്ളവർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്തരത്തിൽ എല്ലാ രീതിയിലും തനിക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ എസ് രാജേന്ദ്രനൊപ്പം നിൽക്കുന്ന അനുഭാവികളായിട്ടുള്ള ആളുകൾക്കെതിരെ വലിയ രീതിയിലുള്ള അതിക്രമം CPM-ന്റെ നേതൃത്വത്തിൽ ഈ മൂന്നാർ മേഖല കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് എസ് രാജേന്ദ്രൻ മുന്നോട്ട് വയ്ക്കുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിയുടെ അറിവോടെയാണ്, അല്ലെങ്കിൽ കെ വി ശശിയാണ് ഈ ഒരു അക്രമത്തിനെല്ലാം തന്നെ നേതൃത്വം നൽകുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഈ എസ് രാജേന്ദ്രൻ ആരോപിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ എസ് രാജേന്ദ്രൻ ഈ പാർട്ടിയുമായി ഇടയാൻ തന്നെയുള്ള കാരണം ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ കെ വി ശശിയുടെ ആ ഒരു ഇടപെടലാണ്. പാർട്ടിയിൽ നിന്ന് ഈ എസ് രാജേന്ദ്രനെ പുറത്താക്കാൻ കച്ചകെട്ടുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ട ചുക്കാൻ പിടിക്കുന്നത് കെ വി ശശിയാണ് എന്നുള്ള ആരോപണം എസ് രാജേന്ദ്രൻ മുമ്പേ തന്നെ ഉന്നയിച്ചിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണം തന്നെയാണ് ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ അറിവോടുകൂടി ഇത്തരത്തിൽ തനിക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്കെതിരെ വലിയ രീതിയിലുള്ള അതിക്രമം നടത്തുന്നു എന്നുള്ള ആരോപണവും എസ് രാജേന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ളത്. സുബിൻ, ഇദ്ദേഹം പറയുന്നൊരു പരാമർശം തനിക്കൊപ്പം നിൽക്കുന്നവരെ CPM അടിച്ചൊതുക്കുകയാണ് എന്നുള്ളൊരു ഗുരുതര ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഈ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ അവർ മെയിനായി ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിലാണോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ തന്നെയാണ്. അതായത് പാർട്ടിയിൽ ഈ മൂന്നാർ മേഖല കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ദേവികുളം മണ്ഡലം കേന്ദ്രീകരിച്ച് എസ് രാജേന്ദ്രന് അനുകൂലമായ നിരവധി ആളുകളുണ്ട്. എസ് രാജേന്ദ്രന് വലിയ ശക്തിയുള്ള ഒരു പ്രദേശങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ആ മേഖലകളിൽ CPM അവരുടെ ഒരു സാന്നിധ്യം ഉറപ്പാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. തനിക്കൊപ്പം നിൽക്കുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്റെ ആ ഒരു ജനസമ്മതി ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് ഈ CPM നേതാക്കൾ അല്ലെങ്കിൽ CPM-ന്റെ നേതൃത്വത്തിൽ ദേവികുളത്ത് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് എസ് രാജേന്ദ്രൻ പ്രധാനമായും മുമ്പോട്ട് വയ്ക്കുന്നത്. അത്തരത്തിൽ ഉള്ള അല്ലെങ്കിൽ തനിക്കൊപ്പം ശക്തമായി തന്നെ നിൽക്കുമെന്ന് പറയുന്ന ആളുകളെയാണ് ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്നും ഗുണ്ടകളെ എത്തിച്ച് അല്ലെങ്കിൽ മറ്റു കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ ആക്രമിക്കുകയും വീട് കയറി മർദ്ദിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള കാര്യമാണ് പ്രധാനമായും അദ്ദേഹം പറഞ്ഞത്. ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ അടിച്ചമർത്താൻ ശ്രമിച്ചത് കൊണ്ടോ തനിക്കുള്ള ജനസമ്മതി ഇല്ലാതാകുന്നില്ല എന്നും എസ് രാജേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, CPM-നെതിരെ ഗുരുതര ആരോപണവുമായി എസ് രാജേന്ദ്രൻ. തനിക്കൊപ്പം നിൽക്കുന്നവരെ CPM അടിച്ചൊതുക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് ആക്രമണം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിയുടെ അറിവോടെയാണ് ആക്രമണങ്ങൾ നടക്കുന്നതെന്നും എസ് രാജേന്ദ്രൻ